അപ്പോൾ നമ്മൾ ഇനി മുതലിടാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് മൈ മാൻ ഈസ് കുപ്പിഡ്. ഒരു ഏഞ്ചലും ഹ്യൂമനും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് ഈ കഥയുടെ മേൻ. നിങ്ങൾക്ക് എന്തായാലും ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായ സാങ്ങിനെയാണ് കാണിക്കുന്നത്. അവനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാളെ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഷൂട്ട് ചെയ്യുന്നത് ബുള്ളറ്റ് കൊണ്ടൊന്നല്ല, ലവ് ആരോ കൊണ്ടാണ്. അപ്പോൾ അവനൊരു കുപ്പിഡാണ്. അങ്ങനെ ആ ലവ് ആരോ പോയിട്ട് അവിടെ നിൽക്കുന്ന ഒരാളുടെ നെഞ്ചിലേക്ക് പതിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഒരു പെണ്ണിന്റെ നെഞ്ചിലേക്ക് നയിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അവിടെ ലവേഴ്സ് ആവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നായകന്റെ ജോലി. അങ്ങനെ നമ്മുടെ കഥാനായകൻ ജോലിയൊക്കെ കഴിഞ്ഞ് അവന്റെ താമസ സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ ആണെങ്കിൽ ആകാലങ്കോലായിട്ട് എടുക്കുകയാണ്. അവിടെ അവൻ മാത്രമല്ല വേറെ 3 പേരും കൂടി ഉണ്ട്. അവരെല്ലാരും കുപ്പിട് തന്നെയാണ്. അവിടെ ഒരു ഡോഗ് ഉണ്ട്. പക്ഷെ അവൻ ഡോഗ് ഒന്നുമല്ല, അവൻ ശരിക്കും ഒരു കുപ്പിട് തന്നെയാണ്. അവൻ ഇതൊക്കെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും പ്രകടിപ്പിക്കാതെ അവിടെയൊക്കെ വൃത്തിയാക്കുകയാണ്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും അവൻ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അവിടെ ഒരു തൊപ്പി വെച്ചൊരു കുപ്പിട്ട് അവനെ നമുക്ക് തൊപ്പിക്കാരൻ എന്ന് വിളിക്കാം. അപ്പോൾ അവൻ്റെ അടുത്തുള്ള വേറൊരു കുപ്പിട്ട് അവനോട് പറയുന്നുണ്ട്, നമ്മുടെ അടുത്തൊരു ഗോൾഡൻ ആരോ ഉണ്ട്, അപ്പോൾ അത് ഫുള്ളായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലോകത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന്. ഒരു കുപ്പിടിയൊക്കെ പറയുന്നുണ്ട്, ഞാനൊരു കപ്പലിനുണ്ടാക്കാൻ ഏറെക്കുറെ ശരിയാവണമെന്നായിരുന്നു ഈ തൊപ്പിക്കാരൻ അതെല്ലാം കൊളാക്കുന്നത് എന്ന്. തൊപ്പിക്കാരൻ പറയുന്നുണ്ട്, അപ്പോൾ ഇതിനൊക്കെ കാരണം ഞാനാണോ? അപ്പോൾ സേങ്ങോ ഇപ്പോൾ നമുക്ക് 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഒരു പെൺകുട്ടിക്ക് എന്തോ പ്രശ്നം വന്നിട്ട് അവളെ എല്ലാവരും കൊല്ലാൻ നോക്കുന്ന നേരത്ത് നമ്മുടെ സേങ്ങാണ് അവളെ രക്ഷിച്ചത്. അങ്ങനെ ഏരോസ് മൊത്തം സാങ്ങിന്റെ പുറത്താണ് വരുന്നത്. ആ സമയത്ത് ഏരോ വിട്ട ആളാണ് ഇപ്പൊ ഡോഗിന്റെ രൂപത്തേക്ക് ശാപം കിട്ടിയിട്ട് മാറിയിട്ടുള്ളത്. ഇനി ആ ഏരോ ഫുള്ളായാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ ചിറക് തിരിച്ചു കിട്ടും. പിന്നെ ഈ ശാപത്തിൽ നിന്നൊക്കെ ഇവർക്ക് മോചിതനാവാനും പറ്റുകയുള്ളൂ. അങ്ങനെ ഈ ഒരു സംഭവത്തോടു കൂടി അവരുടെ ചിറകുകളെല്ലാം കരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഉത്തരവാദി സാങ് കാണുന്നു. അപ്പോൾ ഇതൊക്കെ സാങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഇതിന് ഉത്തരവാദി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ സാങ് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഡോഗിന്റെ രൂപത്തിലുള്ള കുപ്പിട് അവനെ വിളിച്ചിട്ട് വാക്കിനൊക്കെ പോകുന്നുണ്ട്. ആ ഡോഗിനാണ് ഇവന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. ഇവനെ പിടിച്ചു വലിച്ചുകൊണ്ടൊക്കെയാണ് ആ ഡോഗ് അവനെ കൊണ്ടുപോകുന്നത്. ഇതേ സമയം മറ്റു 2 കുപ്പിഡ്സ് ഏരോ വിടാൻ പോയിരിക്കുകയാണ്. അങ്ങനെ അവരേറെ വിട്ടിരിക്കുന്ന നേരത്താണ് അവരെന്നിട്ട് പറയാണ്, അന്ന് ഒരു പെൺകുട്ടിയെ സാങ് രക്ഷിക്കാൻ നോക്കിയില്ല, ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? അവൾ ഇപ്പോൾ ഓൾമോസ്റ്റ് പുനർജനിച്ച് മരിച്ച് അങ്ങനെ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് മറ്റേ കുപ്പിയുടെ അവനോടും പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഒരു വെറ്റിനറി ക്ലിനിക്കാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് 2 വെറ്റിനറി ക്ലിനിക് ഉണ്ട്. അപ്പോൾ അതിലൊരു ക്ലിനിക്കിലെ വെറ്റിനറി ഡോക്ടർമാരെയും അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ മറ്റേവരിനെ പറ്റിയിട്ട് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലിനിക്കിലെ ഡോക്ടറെ കാണാൻ നല്ല രസമുള്ളെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് ആരും വരുന്നില്ല. ആണുങ്ങളൊക്കെ അവളെ കാണുമ്പോൾ വളഞ്ഞു വീഴുകയാണെന്നൊക്കെ അവള് പറയുന്നുണ്ട്. എന്താ ഇപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത്? നമ്മുടെ ക്ലിനിക്കിന് എങ്ങനെ സർവൈവ് ചെയ്യുന്നൊന്നും അവർക്കറിയില്ല. അതേസമയം ഒരു റിച്ച് പയ്യൻ വലിയ കാറിലൊക്കെ വന്നിട്ട് ഒരു ഡോഗിനെയും കൊണ്ട് ആ വെറ്റിനറി ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട്. മറ്റേ ഓപ്പോസിറ്റുള്ള ക്ലിനിക്കേക്കാണ് വരുന്നത്. അപ്പോഴാണ് ഈ ക്ലിനിക്കിലെ ഡോക്ടറെ നമുക്ക് കാണിക്കുന്നത്. ഡോക്ടർ വേറെ ആരുമല്ല, നമ്മുടെ കഥാനായികയാണ്. കഥാനായികയുടെ പേര് റായനിൻ എന്നാണ്. ഇതും കൂടി കാണുന്ന നേരത്ത് ഓപ്പോസിറ്റ് ക്ലിനിക്കിലെ ആൾക്കാർക്ക് അസൂയ പിടിക്കുകയാണ്. അങ്ങനെ ഈ റിച്ച് ചെക്കൻ വേറെ ഒന്നിനും വന്നല്ല, അവളെ പ്രപ്പോസ് ചെയ്യാനും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ അവളിങ്ങനെ ഷോക്കായിരിക്കുകയാണ്. അങ്ങനെ അവളെ നേഴ്സുകൾ പറയുന്നതുകൊണ്ട്, ഓ നമ്മുടെ ഡോക്ടറൊക്കെ ഭാഗ്യം, എത്ര റിച്ച് ചേമാരാ ഇവിടെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരു നേഴ്സ് പറയാണ്, ഓ അവൾക്ക് അങ്ങനെ റിലേഷൻഷിപ്പിലൊന്നും ഇരിക്കാൻ പറ്റില്ല, അവൾക്ക് എന്തൊരു ശാപമൊക്കെ ഉണ്ടെന്നാണ് പറയണതെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കഥാനായികയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അവളുടെ 9 വയസ്സിൽ അവളുടെ ഒരു ചെക്കനായിട്ട് കമ്മിറ്റഡ് ആവുന്നുണ്ട്. പക്ഷേ കുറച്ച് നാൾക്ക് ശേഷം അവൻ്റെ വിരൽ ഒടിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു 10-17 വയസ്സാവുന്ന നേരത്ത് അവൾക്ക് വീണ്ടും പ്രപ്പോസൽ വരുന്നുണ്ട്. അങ്ങനെ അവൾ അക്സെപ്റ്റ് ചെയ്ത് ആ ചെക്കൻ പോകുന്ന നേരത്ത് ആ ചെക്കന് മിന്നലടിക്കുകയായിരുന്നു. പിന്നെയും കുറേ നാളുകൾക്ക് ശേഷം അവൾ കമ്മിറ്റഡ് ആവാൻ പോകുന്ന നേരത്ത് ആ ചെക്കൻ അവൾ റിങ് കൊടുക്കുന്ന നേരത്ത് ആ റിങ് തന്നെ ആ ചെക്കൻ വിഴുങ്ങിയിട്ട് ആ ചെക്കൻ മരിക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ടെന്ന് ആ നേഴ്സ് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. ഓ നമ്മുടെ ഡോക്ടർ ഭയങ്കര അൺലക്കിയാന്ന് ആ നേഴ്സ് ഇത് കേട്ട് പറയുന്നുണ്ട്. അവൾക്കിപ്പോൾ ആൾക്കാരെ സ്നേഹിക്കാൻ പേടിയാന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ വെറ്റിനറി ഡോക്ടർ ആയത്, മൃഗങ്ങളെ സ്നേഹിച്ചാൽ കുഴപ്പമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് ആ നേഴ്സ് വയ്ക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ എങ്ങനെ അവളുടെ പാരൻസിനെ സ്നേഹിക്കുകയെന്ന്. അപ്പോൾ ആ നേഴ്സ് പറയുന്നുണ്ട് അവളൊരു അനാഥയാണെന്ന്. അപ്പോൾ ആകെ മൊത്തത്തിൽ നമ്മുടെ ചോദിച്ച നേഴ്സിന് ഭയങ്കര സങ്കടമാവുകയാണ്. ഓ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഡോക്ടറുടെ അവസ്ഥ എന്ന് ഓർത്ത്. അടുത്ത സീനിൽ നമ്മുടെ കഥാനായികയായ റൈവിനെ കാണിക്കുകയാണ്. അവളൊരു മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ സോറി പറഞ്ഞ് കുറേ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഇവൾ എന്തുകൊണ്ടാണ് ആ മലയുടെ മുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണേന്ന്. ഇവളൊരു മന്ത്രവാദിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ മന്ത്രവാദിയോട് ചോദിക്കുകയാണ് ഇവൾക്ക് എങ്ങനെയാണ് ആര് റിലേഷൻഷിപ്പിലാക്കാൻ പറ്റാത്തതെന്ന്. 500 വർഷങ്ങൾക്ക് മുന്നേ നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നീ ഈ ജീവിതകാലം മൊത്തം ഇങ്ങനെ സിംഗിളായിട്ട് നടക്കണേന്ന്. അപ്പോൾ ഇങ്ങനെ നിനക്കൊരു ശാപം കിട്ടിയിട്ടുണ്ടെന്ന് ആ മന്ത്രവാദി അവളോട് പറയുന്നുണ്ട്. ഇതിനാകെ ഒരു പരിഹാരമുള്ളൂ, നീ പോയിട്ട് ആ ഒരു മലയുണ്ട്, ആ മലയുടെ പോയിട്ട് 1000 വട്ടം മനസ്സറിഞ്ഞ് സോറി പറയണമെന്നായിരുന്നു ആ പരിഹാരം എന്ന് ആ മന്ത്രവാദി അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നീ ചെയ്താൽ 1000ാമത്തെ ദിവസം നിന്നെ വന്ന് നിന്റെ കപ്പിളായ ഒരാൾ മീറ്റ് ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ കപ്പിലാവുന്നെന്ന് അവളോട് പറയുന്നുണ്ട് അവൾ.
അപ്പോൾ ഇതൊക്കെ കേട്ട് അവളുടെ അടുത്തിരുന്ന് അവളുടെ ഫ്രണ്ട് പറയാണ്, അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ ഇതൊക്കെ കേട്ട് ഞങ്ങളെ കളിയാക്കുമോ എന്നാണ് അവളുടെ ഫ്രണ്ട് അവരോട് പറയുന്നത്. അങ്ങനെ അവൾ വാടി നമുക്ക് ഈ ആളുടെ പറയുന്ന കള്ളത്തരങ്ങളൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് അവളെയും വിളിച്ച് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആ മന്ത്രവാദി ഒരു നമ്പർ പറയും. അങ്ങനെ ആ നമ്പറിൽ എല്ലാവർക്കും ഇഞ്ചുറി പറ്റും, ഒരാൾ മരിക്കുമെന്ന് പറയുന്നുണ്ട് ആൾ. അങ്ങനെ അതൊന്നും ആ കാര്യമാക്കാണ്ട് നമ്മുടെ കഥാനായികയും അവളുടെ ഫ്രണ്ടും കൂടി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പുറത്ത് അവിടെ ഒരു വണ്ടിയിൽ 3 പേര് മരിച്ചതും ആൾ പറഞ്ഞ നമ്പർ പ്ലേറ്റ് തന്നെയാണെന്ന് ആ കാറിലുള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലൊരാൾ മരിച്ചതും അവൾക്ക് മനസ്സിലായി. ഇതൊക്കെ കേട്ട് അവൾക്ക് ആ മന്ത്രവാദിയെ ഭയങ്കര വിശ്വാസമായിട്ടുണ്ട്. അങ്ങനെ അവർ തിരിച്ചോടിപ്പോയി ആ മന്ത്രവാദിയെ വീണ്ടും കാണാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ലേഡിയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ ലേഡിയോട് ഓണറെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ലേഡി പറയാണ് ഞാനാണ് ഇവിടുത്തെ ഓണർ എന്ന്, വേറെ ആരുമില്ല എന്ന് ആ ലേഡി അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ കഥാനായിക മലമുകളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മലമുകളിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് നമ്മുടെ കഥാനായകനെ അവൾ കാണുന്നുണ്ട്. കഥാനായകനെ അവൾ നോക്കുന്ന നേരത്തോട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ നമ്മൾ അതിൽ മെസ്സേജ് അയച്ച് നമ്മൾ തിരിച്ച് റിപ്ലൈ അയക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.